ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പൊ ആരോടാ നമ്മുടെ കൂട്ടായ്മ? ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? ഇവിടെ നമ്മൾ വ്യക്തമായി കേട്ടതാണ്, നമ്മുടെ കൂട്ടായ്മ ദൈവത്തോടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ നോക്കിക്കേ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും. എന്താ അവിടെ അങ്ങനെ പറഞ്ഞേ? ഒന്ന് പിതാവിനോട്, രണ്ട് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോട്. ആമേൻ. നമ്മുടെ കൂട്ടായ്മ എത്രത്തോളം, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു മലയാളി പോയിരുന്നാൽ വേറെ ഒരു ഭാഷയും ആ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷെ മലയാളം മാത്രം പഠിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ഡോക്ടറേറ്റ് ഒന്നും ഇല്ലാത്ത, അത്യാവശ്യം മലയാളം വായിക്കാൻ അറിയാന്നുള്ള, അല്ലെങ്കിൽ പറയാൻ അറിയാന്നുള്ള ഒരാള് ഒരു റൂമില് രണ്ടുപേരും മാത്രം ഒരു 2 ആഴ്ച താമസിക്കുകയാണെങ്കിൽ, 3-ാമത്തെ ആഴ്ച ഞാൻ പറയുന്നു ഈ മലയാളിയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്താ കാര്യം എന്നറിയാം? അദ്ദേഹത്തിന് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. അദ്ദേഹം വെള്ളം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേ പറയൂ, എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലേ പറയൂ. എന്നാൽ ഈ മലയാളം മാത്രം പറയുന്ന മനുഷ്യൻ അതെല്ലാം തന്റെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്തു. തനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല, അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൂട്ടായ്മ എങ്ങനെയായിരിക്കണം? ആ ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിത്തീരും. ഉറപ്പായിട്ട് 100 കണക്കിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ, അവൻ വർഷങ്ങളായിട്ട് അറിയാന്നുള്ള നമ്മുടെ ഒരു വ്യക്തിയാണ്. അവരുടെ ജോലി സ്ഥലത്ത് പുതിയ ഒരു വ്യക്തി അവിടെ ട്രാൻസ്ഫർ ആയി വന്നു. അപ്പൊ ഞാൻ ഈ ദിവസം ആ ശബ്ദം കേട്ടപ്പോ ഒരു വ്യത്യാസം തോന്നി. അപ്പൊ എന്നോട് പറയുകയാണ്, പാസ്റ്റർക്ക് അറിയാമോ, ഞാനിപ്പോ പെട്ടിരിക്കുക. എന്താ കാര്യം? എനിക്ക് അദ്ദേഹം പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ, വേറെ ഒന്നിലേക്ക് ഇവനെനിക്ക് കഴിയുന്നില്ല. കാരണം 8 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നത്. വേറെ 8 മണിക്കൂർ മനുഷ്യന്റെ കൂടെ ജോലി ചെയ്തപ്പോൾ 2 ആഴ്ചയായപ്പോൾ അവരുടെ സംസാര വ്യത്യാസം വന്നു. എന്തെങ്കിലും പിടി കിട്ടിയ? ഇവിടെ നമ്മൾ വായിച്ചത് 3-ാമത്തെ വാക്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പൊ നമ്മൾ ആരോടാ കൂട്ടായ്മ ആചരിക്കേണ്ടേ? ഒന്ന് പിതാവിനോടും, 2 യേശുക്രിസ്തുവിനോടും. കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകും. നേരത്തെ നമ്മൾ കേട്ട മെസ്സേജ് പോലെ ചില ചെത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോ ശ്രദ്ധിക്കണം, അത് നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, ഒന്നുകൂടെ പണിയാൻ വേണ്ടിയാണ്. സ്തോത്രം. ആമേൻ. ഒരിക്കലും ഒരു വ്യക്തിയെ അവൻ തന്റെ യജമാനൻ തകർക്കത്തില്ല, അവനെ തട്ടി തട്ടി കൊണ്ടുപോകുന്നതിന് കാര്യമുണ്ട്. ആമേൻ. അതിനപ്പുറം അവനൊരു വലിയ ഒരു പദവിയിലേക്ക് വരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇന്ന് നിൽക്കുന്ന ഉന്നതങ്ങളിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും ചിന്തിച്ചു നോക്കൂ. ഓരോ വ്യക്തികളും ചിന്തിക്കും, അവരുടെ ഒന്ന് പിന്നാമ്പുറം ഫ്ലാഷ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്നുമല്ലായിരുന്നു. പക്ഷേ അവര് നിന്ന പ്രസ്ഥാനത്തോട് കൂറ് പുലർത്തിയപ്പോൾ, വിശ്വസ്തത പുലർത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ബേസിക് മാറാൻ തുടങ്ങി. അതുപോലെ ദൈവത്തോട് കൂട്ടായ്മ പുലർത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ നിങ്ങളെ വേറൊരു മനുഷ്യനാക്കുന്ന, വേറൊരു വ്യക്തിത്വമുള്ള വ്യക്തിയാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് മറന്നു പോകരുത്. അടുത്ത് 4-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ആമേൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ എന്താണ്? കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കും. അപ്പൊ എന്താണ്? ആമേൻ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ നോക്കൂ, ആമേൻ. ഈ സന്തോഷം എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനോടും കൂടെ നമ്മൾ വസിക്കാൻ നമ്മൾ താല്പര്യപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മുടെ ലൈഫിൽ ഭയങ്കര വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. പിന്നെ റെസ്റ്റേ കാണത്തില്ല, വീട്ടിൽ ഇരിക്കാൻ പോലും സമയം കിട്ടത്തില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലായിരിക്കും. കാരണം ഒരിടത്ത് മീറ്റിംഗ് കഴിഞ്ഞു, അടുത്ത മീറ്റിംഗ് ആയി, അവിടെ കഴിഞ്ഞു, വേറൊരിടത്തായി, അവിടെ കഴിഞ്ഞു. വേറെ ഒരു ചിന്തയിലേക്കും വേറെ ഒരു മൈൻഡിലേക്കും നമ്മെ കൊണ്ടുപോകാൻ
ശത്രുവിന് കഴിയത്തില്ല. ഉറപ്പാണ്. ഒന്ന്, പിതാവിനോടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. രണ്ട്, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കൂട്ടായ്മയും ഒരു ദൈവ പൈതലിലേക്ക് ഉണ്ടെങ്കിൽ മൂന്നാമതൊരാളുണ്ട്, പരിശുദ്ധാത്മാവ്. ഒന്ന് പിതാവ്, രണ്ട് പുത്രൻ, മൂന്ന് പരിശുദ്ധാത്മാവ്. അപ്പൊ ഒന്ന് പിതാവ്, മറന്നു പോകരുത്, രണ്ട് പുത്രൻ, മൂന്ന് പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ത്രിയേക ദൈവം. ഇത് മൂന്ന് ചേരുമ്പോഴാണ് ത്രിയേക ദൈവം. നമ്മള് റോമർക്കിന്റെ ലേഖനം പഠിച്ചപ്പോൾ അതിനകത്ത് നാല് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തൊട്ടുവിടാം ആ ഒരു കാര്യം. ഒന്ന്, ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായവും നാലാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഒരു നീതീകരണത്തെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. പക്ഷെ ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവാത്മാവിനെ അതിലേക്ക് നടത്തുന്നു. ഒന്ന്, ആമേൻ, രക്തത്താലുള്ള നീതീകരണം. ഓക്കെ, അത് നമ്മൾ തിരിച്ചു പഠിക്കേണ്ടതായുണ്ട്. വരും ദിവസങ്ങളിൽ ഞാനത് ക്ലാസ്സിലേക്ക് മാത്രമല്ല മീറ്റിംഗിലേക്ക് ഞാൻ അത് കൊണ്ടുവരാം. വിഷയം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നീതീകരണത്തിലേക്ക് വരണമെങ്കിൽ 4 ഘട്ടത്തിലേക്ക് കടന്നു പോകണം. നിങ്ങൾ വായിച്ചാൽ മതി. 1, 2, 3, 4 അധ്യായങ്ങൾ. അടുത്ത് വരുന്നത് 5, 6, 7, 8 അധ്യായം ഒറ്റ സബ്ജക്റ്റാണ്. അടുത്ത് വരുന്നത് 9, 10, 11 അധ്യായങ്ങൾ. അടുത്ത് 12, 13 അധ്യായം അടുത്ത സബ്ജക്റ്റ്. 14, 15, 16 തീർന്നു. അപ്പൊ നമ്മൾ തിരിച്ചു പഠിക്കുമ്പോ ഓരോ സബ്ജക്റ്റിനകത്തും നിൽക്കുന്ന 1000 ദൂതുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയാമോ? ഒന്ന്, പിതാവിനോട് വസിക്കണം, സംസാരിക്കണം, നടക്കാൻ പിതാവിനോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഒരു കൂട്ടായ്മ നമ്മൾ വിട്ടുകളയരുത്. ഒന്ന്, പിതാവിനുള്ള കൂട്ടായ്മ, അതൊരിക്കലും വിട്ടുകളയരുത്. രണ്ട്, പുത്രനായ യേശു ക്രിസ്തുവിനുള്ള കൂട്ടായ്മ, ഇതും വിട്ടുകളയരുത്. 3, പരിശുദ്ധാത്മാവ്. ഇത് 3 നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേറെ ഒന്നിലേക്കും തിരിയാനുള്ള ഒരു അവസരവും ദൈവം വയ്ക്കത്തില്ല. കാരണം എവിടെ തിരിഞ്ഞാലും പരിശുദ്ധാത്മാവ് നമ്മെ പിടിച്ചു കുലുക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ പഠിച്ചു, എഴുത്തുകാരൻ അപ്പോസ്തലനായ യോഹന്നാൻ എന്ന് നമ്മൾ എഴുതി. 2, എഴുതിയ കാലഘട്ടം AD 85 മുതൽ 95 വരെയുള്ള കാലഘട്ടം. 2, ഒരു ഉദ്ദേശമായി നമ്മൾ എഴുതി, എവിടെ വെച്ച് എഴുതി, അല്ലെങ്കിൽ ആരെഴുതി, അല്ലെങ്കിൽ ആർക്ക് എഴുതി എന്നുള്ളതാണ്. അപ്പൊ എഫെസോസിൽ നിന്നാണ് ഇത് എഴുതുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, പ്രധാന വ്യക്തികൾ ആരാണ്? 1, യോഹന്നാൻ അപ്പോസ്തലൻ, 2, യേശു. അടുത്തതാണ് നമ്മൾ പഠിച്ചത് പ്രധാന വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് 1-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 4 വരെയും 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെയാണ് പ്രധാന വാക്യങ്ങൾ. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട മർമ്മപദം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. അടുത്ത് നമ്മൾ പഠിച്ചത് പ്രധാന അധ്യായങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആ പ്രധാന അധ്യായം എന്ന് പറയുന്നത് 1, യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യമാണ് പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് നോക്കാം. സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് നോക്കാം. ഇത്രയും ഭാഗം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയായിരുന്നോ? നമ്മുടെ രഞ്ജിത്ത് കിട്ടിയോ? ഇത്രയും ഭാഗം കിട്ടിയല്ലോ. രഞ്ജിത്ത് കിട്ടിയോ? ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞ ഭാഗം കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ ആ ഭാഗം ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്നത്തെ ഈ പറഞ്ഞത് കിട്ടിയോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അവിടെ ഇരുന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ മൈക്ക് കൂടെ ഓഫ് ചെയ്തേക്ക്. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിതി വിവര കണക്കുകൾ. സ്ഥിതി വിവര കണക്കുകൾ. സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം എന്നറിയാമോ? 3-ാം വർഷം, 2-ാം വർഷം, 1-ാം വർഷം? വന്നു പറഞ്ഞേ. 3-ാം വർഷം പറഞ്ഞേ. 62.
ഇപ്പൊ 80 ശേഷം വന്നത് 62-ാമത്തെ പുസ്തകം. ആമേൻ. അധ്യായങ്ങൾ 5. അധ്യായങ്ങൾ 5. വാക്യങ്ങൾ 105 വാക്യങ്ങൾ. 105 വാക്യങ്ങൾ. ചോദ്യങ്ങൾ 5. ചോദ്യങ്ങൾ 5. ചരിത്രപരമായ വാക്യങ്ങൾ. ചരിത്രപരമായ വാക്യങ്ങൾ 100. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ 5. ഒന്ന് യോഹന്നാനിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ 1 യോഹന്നാനിൽ 1-ാമത്തെ വാക്യം മുതൽ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ, 2-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വരെയുള്ള 2-ാമത്തെ അധ്യായത്തിന്റെ 22 വാക്യം വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെ ലേഖനകർത്താവ് വിവരിക്കുന്നു. ശുശ്രൂഷയെ ലേഖനകർത്താവ് വിവരിക്കുന്നു. അവിടുന്ന് വിശ്വാസികൾക്കുള്ള എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുകയും പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. എന്ന സത്യത്തിനും യേശു തന്നെ ദൈവപുത്രൻ എന്ന സത്യത്തിനും ഈ ലേഖനം ഊന്നൽ നൽകുന്നു.
ഈ ലേഖനം ഊന്നൽ നൽകുന്നു. ഇത്രയുമാണ് സ്ഥിതിവിവര കണക്കുകൾ. രണ്ടാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? രണ്ടാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. കണ്ടോ? ഇവിടെ നമ്മൾ വായിച്ച വാക്യം കേട്ടോ? യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു. ഒരു സമയത്തൊക്കെ നമ്മള് യേശു കർത്താവ് ദൈവം അല്ല എന്ന് പറഞ്ഞവർ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ആമേൻ. അപ്പൊ കർത്താവ് തെളിയിച്ചു തന്നു, എടാ ഞാനല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരുത്തനും ഇല്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനും കീഴെ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല എന്ന് തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് രാത്രി പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു. ആമേൻ. ഇനിയിപ്പോ ഈ ലോകരാജ്യം ഇനി ഇളകി മറിഞ്ഞു വന്നാലും ഈ രക്ഷയിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും എന്ന് പൗലോസ് ചോദിച്ചതുപോലെ ചിലരിങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലെ വാക്കുകൾ ഇങ്ങനെയാ: ഒരു വിശ്വാസിയെ പള്ളിയിൽ കൊണ്ടുവരണമെങ്കിൽ 500 രൂപയ്ക്ക് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ കൊണ്ടുവരാമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ 500 രൂപയും കഞ്ഞിയും കൊടുത്ത് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരു കോഴിക്കാലും കൊടുത്ത് ഒരു ബിരിയാണിയും കൊടുത്ത് അവർ തിരിച്ചു കൊണ്ടുപോകും. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ദൈവത്തെ അറിയുന്നവര് പൈസ നോക്കിയല്ല പോകുന്നത്. നേരത്തെ ഞാൻ മുമ്പിൽ പറഞ്ഞതുപോലെ പിതാവ് 2, പുത്രൻ 3, പരിശുദ്ധാത്മാവ്, ഈ 3 കൂട്ടായ്മയിൽ ഒരു വ്യക്തി നിൽക്കുമെങ്കിൽ ഒരിക്കലും അവനെ തളയ്ക്കാൻ അല്ലെങ്കിൽ അവനെ തകർക്കാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഇത് 3 വേണം. ഇത് 2 പേരുണ്ട് ശരി, പക്ഷെ 3-മതൊരാളുണ്ട്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. ഞാനിപ്പോ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തോണ്ട് പറയാറുണ്ട്, പ്രാപിക്കണം. പക്ഷെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഞാൻ പറഞ്ഞതാ, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമേൻ. കേവലം കറണ്ട് പോയി, കറണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ പറയും, പറഞ്ഞ കാര്യം സത്യം എന്ന് പറയുന്ന ആൾക്കാരും. കറണ്ട് പോയി, ഫാൻ നിന്നു, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അടുത്ത കറണ്ട് വന്നു, സത്യം എന്ന് പറഞ്ഞത് ഉള്ള കറണ്ട് പോയി. അപ്പൊ ഇത് ആരോടുള്ള കൂട്ടായ്മയാണെന്നറിയാം? ദൈവത്തോടുള്ള കൂട്ടായ്മയാണോ? പിതാവിനോട് കൂട്ടായ്മയാണോ? അല്ല. പുത്രനോടാണോ? അല്ല. പരിശുദ്ധാത്മാവാണോ? അല്ല. ഇതറിയണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 1, 2, 3, 4 നീതീകരണത്തെ കുറിച്ച് പഠിക്കണം. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കഴിയട്ടെ. 1, 2, 3, 4 ഈ 4 അധ്യായം നീതീകരണമാണ്. നിങ്ങൾ കറ തീർത്ത് വായിച്ചു നോക്കിയേ. 5, 6, 7 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഭാഗമായിട്ട് വായിക്കണം. അതിനകത്ത് 4 അധ്യായം വായിച്ച് നിർത്തണം. നിർത്തിയിട്ട് പിന്നെ 1 വായിക്കണം. 4 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങപ്പെട്ടിരിക്കുന്ന ദൂതുകൾ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില മർമ്മങ്ങൾ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടിങ് ഇറങ്ങുക. ഒരു ഔട്ടിങ്ങിന് എപ്പോഴും വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നല്ല വായുവൊക്കെ ശ്വസിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ച അപ്പൊ സ്ഥിതിവിവര കണക്കുകൾ അവിടെ തീരുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളനാർ. കേട്ടോ? അപ്പൊ യേശു ക്രിസ്തുവിനെ മാത്രമല്ല നിഷേധിക്കുന്നത്, പിതാവിനെ നിഷേധിക്കാറുണ്ട്. ഇന്ന് അത് ആമേൻ. ഇനി ഒരു 2 വർഷം കൂടെ കഴിയുമ്പോ, ഒരു 2 ദിവസം കുറിച്ച് വെച്ചോ, 2 വർഷം കഴിയുമ്പോ, ഇപ്പൊ 25ആയി,
26, 27 30 പോകത്തില്ല. അതിനകത്ത് വെച്ച് തന്നെ അടുത്ത ഒരു രീതിയിലേക്ക് വരും. അവിടെ എന്താ വരുമെന്നറിയാമോ? സ്നാനപ്പെടണ്ട, പരിശുദ്ധാത്മാവ് പ്രാപിക്കണ്ട, ബ്രദറൻ ചർച്ചിൽ മാത്രമല്ല പഠിപ്പിക്കാൻ വരുന്നത്. ഇപ്പോഴ് ആമേൻ സഭകളിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ ഇനി അങ്ങോട്ടുള്ള നാളുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആത്മീകന്മാർക്കുള്ള ആമേൻ യാത്രകൾ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കൂ, നമ്മൾ ആ ഭാഗം പഠിച്ചു. അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5:11, 11 മുതൽ 13 വാക്യം ഒന്ന് വായിക്കുമോ? 5-ാം അധ്യായം, 5-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ അതിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട് എന്ന് അറിയേണ്ടതിന് തന്നെ. ആമേൻ. 11-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട്. ആമേൻ. നോക്കിക്കേ, ആ ജീവൻ ആരിലുണ്ട്? തന്റെ പുത്രനിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. നമുക്ക് നമ്മളിലേക്ക് വരാം. ആ ജീവൻ എനിക്കുണ്ടോ? ചെറിയ പ്രതിസന്ധി വരുമ്പോ നമ്മൾ എന്താ തളർന്നു പോകുന്നേ? ചെറിയ ചെറിയ വിഷമം വരുമ്പോ ഇനി ഇപ്പോഴും കഴുക്കൊല്ലൊന്നും നോക്കാനുള്ള സമയമില്ല. കഴുക്കോലില്ല, എല്ലായിടത്തും വാർക്കയായതുകൊണ്ട് കഴുക്കോലില്ല. പിന്നെ ഇപ്പോഴത്തെ ഫാനൊന്നും വലിയ ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫാനിലൊന്നും കയറിടാൻ പറ്റില്ല. ചെറിയ പ്രതിസന്ധി, അകത്തെന്തില്ലെന്നറിയാമോ? ജീവനില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനകത്തിരിക്കുന്നത് കുടുംബം ആകാനുള്ളവരുണ്ട്, കുടുംബമായവരുണ്ട്. നിസ്സാരമായ ചില പ്രശ്നങ്ങൾ വരുമ്പോ കഴുക്കോല് തപ്പി നടക്കരുത്. അത് പണ്ട് 50 വർഷം മുമ്പേ വെച്ച കഴുക്കോല. നിസ്സാരമായ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ഡിസിഷൻ എടുക്കരുത്. അങ്ങനെ വരുമ്പോൾ അകത്ത് എന്തില്ല? പരിശുദ്ധാത്മാവ് അകത്ത് ക്രിയ ചെയ്യത്തില്ല. ഇന്ന് ഞാൻ പഠിപ്പിച്ചൊരു കാര്യം, ഇന്ന് ഞാൻ പഠിപ്പിച്ചൊരു വിഷയം ഇതാണ്. സാത്താന്റെ ഇരിപ്പിടം എവിടെയാണ്? പറയാമോ ആർക്കെങ്കിലും? സാത്താന്റെ ഇരിപ്പിടം എവിടെയാണ്? അവൻ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, എവിടെയാ? ഹലോ, സാത്താന്റെ ഇരിപ്പിടം എവിടെ? അവന് പ്രത്യേകിച്ച് ഇരിപ്പിടം ഉണ്ടോ? പ്രത്യേകിച്ച് ഇരിപ്പിടം ഉണ്ടോ? പ്രത്യേകിച്ച് അവന് എന്തെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക ശരീരം വല്ലതും ഉണ്ടോ? സാത്താന് പ്രത്യേക ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? വേദപുസ്തക പ്രകാരം പറയുന്നു, ആ സ്ഥലമാണ് പരിശുദ്ധനായ ദൈവത്തെ സേവിക്കുന്നവന്റെ ശരീരം. പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് ഏറ്റവും ബെറ്റർ ആ ശരീരം. പിന്നെ പാസ്റ്റർ ഒരു ഭൂതശാന്തിക്കാരനാണെങ്കിൽ ഒരിക്കലും പുറത്തു പോകാൻ പറയില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഉറപ്പായിട്ടറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിംഗ് ചെയ്യുമ്പോൾ ഇളകിയതാ. ഞാൻ പറഞ്ഞുതരാം കാര്യം. സാത്താൻ ഇരിപ്പിടത്തെ കുറിച്ച് ശുശ്രൂഷിച്ചപ്പോ അതിനകത്ത് ഒരു കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തി ഇങ്ങനെയാ. അവർ വിചാരിച്ച് പ്രവാചകനല്ലേ, കുറച്ച് ദൂതൊക്കെ കിട്ടുമല്ലോ, ഇപ്പോ ഒത്തിരി ചെയ്യാമല്ലോ. പക്ഷെ ദൈവാത്മാവിനോട് സാത്താൻ ഇരിപ്പിടത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു. സാത്താൻ ഇരിപ്പിടം, ഏറ്റവും കൂടുതൽ ഇരിപ്പിടം അവൻ കേന്ദ്രീകരിക്കുന്നത് ബൈബിൾ പ്രകാരം ദൈവപുരുഷന്മാർ ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ, യേശുവിന്റെ പാദപീഠത്തിൽ അവർ കടന്നു വന്നപ്പോൾ സാത്താൻ അവരുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടന്ന ശേഷം തണുപ്പുള്ള ഒരിടത്തേക്ക് അവൻ വന്നിരുന്നു. അത് ആരടുത്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഇസ്കറിയോത്ത് യൂദയുടെ അടുത്ത്.
സ്തോത്രം. ഏറ്റവും കൂടുതൽ ഇന്ന് വസിക്കുന്നത് ശുശ്രൂഷകന്മാരുടെ കുടുംബത്തിനകത്താ. പറയാതിരിക്കാൻ തരമില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഈ നാളുകളിൽ ആമേൻ ഒരു ശുശ്രൂഷകൻ വന്നാൽ പോലും, ശുശ്രൂഷകൻ കുടുംബമായിട്ട് വന്നാൽ പോലും സംസാരിക്കാത്ത ഒത്തിരി സഭാ ശുശ്രൂഷകന്മാരുടെ കുടുംബങ്ങളുണ്ട്. കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത, ചേർത്ത് പിടിക്കാത്ത, കണ്ണീരുടയ്ക്കാത്ത. എന്താ അത്? ഏത് ആത്മാവ് നിങ്ങൾ വേവിച്ചു നോക്ക്. ഭൂതത്തിന്റെ ശക്തിയാ. ഭൂതം മിണ്ടത്തില്ല, കുരിഞ്ഞിരിക്കും, കുരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും, മുഖത്തോക്കത്തില്ല. പന്നി പോട്ട, പന്നി പന്നി അതിങ്ങനെ. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവായിരിക്കുന്ന തിളങ്ങി നിൽക്കുന്ന ശുശ്രൂഷകൻ ആര് നോക്കുന്നു, ആര് തലയിൽ കൈവയ്ക്കുന്നു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂടുതൽ സമയം ആർക്ക് വേണ്ടി ദൂത് പറയുന്നു, ഇത് നോക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഭൂതം. ആമേൻ. അപ്പൊ ഈ ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം നമുക്ക് തരുന്ന ഈ സർവേയിൽ കൂടെ നമുക്ക് തരുന്ന ലഘുവായ ചില ചിന്തകൾ അത് നമ്മെ ഭരിക്കും. ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ആമേൻ ഒരു എന്താ പറയാ, പണ്ടത്തെ ശബ്ദ തരംഗങ്ങളെ പോലെ ജീവിതമാണ് ഇന്ന് കുടുംബങ്ങളിൽ നയിക്കുന്നത്. ശബ്ദ തരംഗം കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പണ്ടുള്ള ഇന്റർവ്യൂ പണ്ടത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ സംസാരമൊന്നുമില്ല. ആമേൻ. ടെലഫോണിൽ കൂടെ ആമേൻ ഒരു ശബ്ദം ഇങ്ങനെ നമ്മൾ തട്ടുമ്പോൾ അത് എന്താണ് എന്ന്, അത് എന്തിനു സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയണം. അതെങ്ങനെ പറയണം? നമ്മളും ശബ്ദത്തിൽ കൂടെ തന്നെ പറയണം. ഏത് ശബ്ദം? അതുപോലെയുള്ള ശബ്ദം നമ്മൾ ക്രമീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അതേപോലെയല്ലേ വന്നിരിക്കുന്നേ. ഇന്നലെ അഭിഷേകൻ പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു. ഞാൻ പറയുന്ന കാര്യത്തിൽ കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരുടെ അകത്തളങ്ങിരിക്കുന്നത് ശരിക്കും ആമേൻ കള്ളന്റെ ശക്തികളാണ്. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാ, എന്റെ ചെവി കൊണ്ട് കേട്ട കാര്യം. ഒരു വ്യക്തി ദശാംശം കൊണ്ട് പള്ളി വരാത്തത് കൊണ്ട് അവരെ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതുകൊണ്ട് പാന്റും കെട്ടി മുറുക്കി സഭയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ശുശ്രൂഷകളൊന്നും വലിയ ശോഭിക്കാനൊന്നും പറ്റില്ല. ദിവസങ്ങളിൽ ആ ഭാഗം നമ്മൾ വിട്ടു. നമ്മളിവിടെ ചിന്തിച്ചു വന്ന ഭാഗം 5:11 മുതലാണ് ചിന്തിച്ചത്. അവിടെ പറയുന്നത് ആമേ പുത്രനുള്ളവനോ ജീവനുണ്ട്. ആമേ ദൈവപുത്രൻ. ആമേ ദൈവപുത്രൻ. ആമേ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പൊ ദൈവപുത്രൻ ഇല്ലാത്തവൻ എന്തില്ല? ജീവനില്ല. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല, പുത്രനുള്ളവന് ജീവനുണ്ട്. അപ്പൊ ജീവനുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. അടുത്ത് പറയുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ആമേൻ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യമായ ഒരു ജീവനുണ്ട്. ഓക്കെ, ആ ഭാഗമാണ് പ്രധാന അധ്യായങ്ങളിലെ ഭാഗം. അടുത്ത് നമുക്ക് ചിന്തിക്കാം താഴോട്ട്. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. 1 യോഹന്നാന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം. ആരുടെയും മൈക്ക് ഓണാകാതെ നോക്കിക്കോളണേ. സ്തോത്രം. റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ടേ. 1 യോഹന്നാൻ ലേഖനത്തിന്റെ പശ്ചാത്തലം. യോഹന്നാൻ എന്ന പേരുമായി ബന്ധപ്പെട്ട് 5 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട്.
5 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഒരു സുവിശേഷം. മൂന്ന് ലേഖനങ്ങൾ. വെളിപ്പാട്, എന്നിവ ഈ ലേഖനത്തിൽ പേര് പറയുന്നു. അടുത്ത് വെളിപ്പെടുത്തലുകളും രണ്ടാം നൂറ്റാണ്ടിലെ സാക്ഷികൾ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒന്നിടണം. ഉദാ പാപ്പിയാസ്, ഊത്തല്ല, ഉദാ പാപ്പിയാസ്. എഴുതിയോ? രണ്ടെന്നിട്ടിട്ട് ഐറിനോസ്, മൂന്നെന്നിട്ടിട്ട് തർത്തുല്യൻ, അലക്സാണ്ട്രിയിലെ ക്ലെമന്റ് എന്നിവർ യേശുവിന്റെ ആദ്യത്തെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഒന്ന് യോഹന്നാനും യോഹന്നാന്റെ സുവിശേഷവും അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ തന്നെയാണ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. സാക്ഷ്യത്തെ രണ്ട് പുസ്തകങ്ങളും
രണ്ട് പുസ്തകങ്ങളും ഉറപ്പാക്കുന്നു ശൈലി, വിശേഷങ്ങൾ എന്നിവയുള്ള ശക്തമായ തെളിവാണ് ഈ 5 പുസ്തകങ്ങൾ. വെളിപ്പാട് പുസ്തകം 1:11 വാക്യം. വെളിപ്പാട് പുസ്തകം 1:11 വാക്യം ഒന്ന് വായിക്കാമോ? 1:11 വായിക്കാമോ? ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക. എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും. ആമേൻ. നോക്കിക്കേ, ഈ 11ാമത്തെ വാക്യം നമ്മൾ പറഞ്ഞത് ഇതാണ് അല്ലെ? നമ്മൾ ചിന്തിച്ച ഭാഗം ഇതാണ്. എന്താണ്? ആദ്യം മുതലേ ഉള്ളത് അല്ലെ? നമ്മൾ ചിന്തിച്ചത് 1:4 വാക്യം എന്താ വായിച്ചേ? ആദ്യം മുതൽ നീ കണ്ടതും അല്ലെ? അത് ഈ പുസ്തകത്തിനകത്ത് ഉറപ്പാച്ച് എഴുതിയിട്ടുണ്ട്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതും. എന്നിട്ട് താഴോട്ട് സഭകൾക്കാണ് എഴുതിയ. സഭകൾക്ക് എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയാമോ? നമ്മൾ ഇത്ര പുസ്തകമാണ് യോഹന്നാൻ എഴുതിയത്. എത്ര പുസ്തകമാണ് എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലൻ? പറഞ്ഞേ. 5 പുസ്തകം. ഒന്ന് ഏതാ? യോഹന്നാൻ സുവിശേഷം. 2, 3 പുസ്തകങ്ങൾ ഏതൊക്കെ? 3 ലേഖനങ്ങൾ യോഹന്നാൻ. അപ്പൊ 4 ആയി. അടുത്ത പുസ്തകം ഏത്? വെളിപ്പാട്. അപ്പൊ 5 പുസ്തകം എഴുതി. മറന്നു പോരുത്, 5 പുസ്തകം എഴുതിയത് ആരെന്നറിയാമോ? അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണെന്ന് സാക്ഷികളാണ് 1, 2, 3, 4, 5 പേരെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോ ഈ 5 പേര് സാക്ഷി പറഞ്ഞ് ഉറപ്പിക്കുക, ഇത് വേറെ ആരും എഴുതിയതല്ല, ഇത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ എഴുതി എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കൂ, ഈ 5ാമത്തെ പുസ്തകം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ അത് എവിടെ ഇരുന്ന് എഴുതി നമുക്ക് നോക്കാം, നമുക്ക് അറിയാൻ പറ്റും. അത് എവിടെ ഇരുന്ന് എഴുതി അറിയാമോ? പത്മോസിൽ ഇരുന്ന് തനിക്ക് വെളിപ്പാട് കൊടുക്കുന്നതാണ്. അപ്പൊ പത്മോസ് തള്ളപ്പെട്ടതാരെന്നറിയാമോ? ആരാ? ഈ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. ആമേൻ. അല്ലാതെ വേറെ ആരുമല്ല അവിടെ പോയി വീണത്. യോഹന്നാൻ തന്നെയാണ്, അവരെ തന്നെയാണ് നാട് കടത്തിയത്. എവിടേക്കാ? പത്മോസ് എന്ന ദ്വീപിലേക്ക്. അപ്പൊ ഈ ഭാഗം നമ്മൾ ചിന്തിച്ചു. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാന പശ്ചാത്തലം. ഈ 11ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് 2 വാക്യം ഞാൻ അങ്ങോട്ട് തരാം. എഴുതിയെടുത്തളാമോ? നേരത്തെ നമ്മൾ എഴുതി നിർത്തിയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോ അതിനകത്ത് നമ്മൾ വെളിപ്പാട് പുസ്തകം 1:11 കൂടെ 2 വാക്യം കൂടെ തരാം. അത് അതിൽ കൂടെ എഴുതി വെച്ചോണ്ടേ. 1ാമത്തെ അധ്യായത്തിന്റെ 2ാമത്തെ വാക്യവും 1:2, 19:20, 19:20, 4:1, 4:1. ആ 4:1 അവിടെ പറയുന്നത് അനന്തര സ്വർഗം
സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു. കാഹളം നാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അതൊരു ശബ്ദം കേട്ടതാ, സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ്. അപ്പോസ്തലനായ യോഹന്നാന് ദൈവം കൊടുക്കുന്ന കണ്ടോ, വെളിപ്പാട് കണ്ടോ? ഞാൻ ഇങ്ങനെ പറയുന്നു, സങ്കടത്തിലിരിക്കുമ്പോൾ വെളിപ്പാടിന്റെ ആധിക്യം നമുക്ക് വരും. നിങ്ങളൊന്ന് മുട്ടുമടക്കി നോക്ക്. ഒരു സങ്കടവേളയിൽ, ഒരു പ്രയാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പിശാചിനിടം കൊടുക്കരുത്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ കഴിയത്തില്ല. വേദനയുടെ നടുവിൽ എല്ലാവരും മാറിപ്പോകുമ്പോൾ മാറിപ്പോകാത്ത ഒരു ദൈവം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കണ്ടോ, ഇവിടെ കിടക്കുന്ന സ്ഥലം കണ്ടോ? അവൻ കിടക്കുന്ന പട്ടുമെത്തയോ ബെഡ്റൂമിലോ എ സിയിലോ ഒന്നും അല്ല. അവൻ നോക്കുമ്പോ അവന്റെ അടുത്ത് കിടക്കുന്ന ആ ശവം, അവിടെ ആ ശരീരത്തെ കൊത്തി വിഴുങ്ങുന്ന കഴുകന്മാരെ നോക്കിയിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അവൻ നോക്കുമ്പോ ആ മനുഷ്യന് ജീവനുണ്ട്. അദ്ദേഹം വെള്ളം ചോദിക്കുന്നു, കൊണ്ടുകൊടുക്കാൻ പാത്രങ്ങളൊന്നുമില്ല, അവിടെ വെള്ളമില്ല, ഒരു ദ്വീപാണ്. അവന് മുമ്പേ വന്നവരും അവന് ശേഷം വന്നവരൊക്കെയും ശരീരങ്ങൾ കൊത്തി വിഴുങ്ങുന്നത് നോക്കിയിരിക്കുക യോഹന്നാൻ അപ്പോസ്തലൻ. പക്ഷേ അവന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. അപ്പോഴും അവൻ വെളിപ്പാട് കണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, ഒരു പോർക്കളത്തിൽ അനേക കുതിരകൾ പാഞ്ഞു പോകും, അതിൽ പലതും നിലം പതിക്കും. അതിനെ നിലം പതിച്ചത് കണ്ട് പിറകേന്ന് വരുന്ന കുതിരകളൊന്നും അവിടെ നിൽക്കുന്നില്ല. അതിനെ ചവിട്ടി ഓവർകം ചെയ്ത് യുദ്ധത്തിന് വേണ്ടി അത് വഹിച്ചുകൊണ്ടുവരുന്ന പടത്തലവരെ യുദ്ധസന്നദ്ധരാക്കി മുമ്പിൽ കൊണ്ടുവരുന്ന ദൗത്യമാണ് ഈ കുതിരയ്ക്കുള്ളത്. ഇതാണ് നമ്മൾ സംഗീതത്തിന് വായിക്കുന്നത്, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. പലരും വിഴുന്നവരെ നോക്കി നമ്മൾ ചിരിക്കണ്ട. പ്രൈസലോ, അതിനപ്പുറം നമുക്കൊരു നിത്യതയുടെ വാതിൽ ദൈവം നമുക്ക് ഇവിടെ തുറന്നു തരും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഇതോട് ചേർന്ന് ഒരു 3-4 വാക്യം കൂടി തരാം. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, വെളിപ്പാട് 1:11. വെളിപ്പാട് 1:11, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-20. പുറപ്പാട് 19-ന്റെ 19-20. അടുത്ത വെളിപ്പാട് 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1:1, 19, 22:6. ഇത്രയും വാക്യം കൂടെ അതിനോട് ചേർന്ന് എഴുതിക്കോളൂ. നമ്മൾ എഴുതിയല്ലോ, ഈ ലേഖനവും എഴുതുവാനുള്ള പ്രധാന പശ്ചാത്തലം നമ്മൾ എഴുതിയല്ലോ. ഓക്കെ, ക്രിസ്തുവിലുള്ള രക്ഷയും വിശ്വാസികളോടുള്ള പ്രത്യേക ഉദ്ദേശവും
പറ്റിയുള്ള ദുരുപദേശത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ മുമ്പേ സംസാരിച്ചതുപോലെ ചിലർ ആ സഭകൾ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. രണ്ടിന്റെ 9. എന്നാൽ അവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ടെന്ന് എങ്ങനെ അറിയാം? അവരുടെ ദുരുപദേശം അപ്പോഴും സുവിശേഷത്തെ വിലക്കുമായിരുന്നു. ഉപദേശവുമായി യേശുവാണ് ക്രിസ്തു. ബ്രാക്കറ്റിൽ 2-ാം അധ്യായം 22-ാമത്തെ വാക്യം, 2:22, 5:1. അഥവാ ക്രിസ്തു ജഡത്തിൽ വന്നു. 4:2-3. എന്നതിനെ അവരുടെ ദുരുപദേശത്തിന്റെ വ്യാപകമായ ദുന്നവശവും പിണക്കവും സഭകൾക്കെതിരെയുള്ള വെല്ലുവിളികളും അവരിൽ നിറഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളെ
കാലഘട്ടങ്ങളെ അനുസരിക്കുക. 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയും 5:3 പാപത്തിൽ നിന്നും 3:7 മുതൽ 12 വരെ. 3:7 മുതൽ 12 വരെ. അടുത്ത ലോകത്തിൽ നിന്നും 2-ാം അധ്യായം 15-16. 2-ാം അധ്യായം 15-16. വേർപെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. വേർപെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. 1-ാം അധ്യായം 6, 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. രണ്ടിന്റെ 18, 19, 22, 23, 26. 4:1 മുതൽ 5 വരെ. 1:6 മുതൽ 9 വരെ. 2:3 മുതൽ 6 വരെ. 5:17. 3:1 മുതൽ 10 വരെ. 5:2, 3. അടുത്ത് സ്നേഹത്തിന്റെ പരീക്ഷ. സ്നേഹത്തിന്റെ പരീക്ഷ. 2:9, 11. 2:9, 11. 3:10, 11. 3:10, 11, 14, 16, 18, 4:7, 4:7, 12, 18, 21. ആത്മാവിന്റെ സാക്ഷ്യത്തിന്റെ പരീക്ഷ. ആത്മാവിന്റെ സാക്ഷ്യത്തിന്റെ പരീക്ഷ. ആത്മാവ് സാക്ഷ്യം പറയൂ. ആത്മാവ് സാക്ഷ്യം പറയൂ. രണ്ടാം അധ്യായം 20, 27. 4:13. 5:7 മുതൽ 12 വരെ. ഈ അഞ്ച് മേഖലകളിൽ കൂടെ ഫലം തന്റെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ തനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് അറിയുവാൻ കഴിയും. നിത്യജീവൻ ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് അറിയുവാൻ കഴിയും എന്ന് യോഹന്നാൻ നിർണയത്തോടെ പറയുന്നു. വാക്യം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വേദാംശം ഒന്ന് വായിച്ചേ.
5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്ന 5:13. അത് ഏത് അധ്യായം കയറി വായിച്ചത്? വായിച്ചോളൂ. കഷ്ടത്തിൻ കോട്ടയിൽ ഇരുന്നവരാണ് ദൈവമേ. വായിക്കൂ, പെട്ടെന്ന് വായിക്കും, മാറി വായിക്കേ. അങ്ങനെ വായിക്കും. 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. കണ്ടോ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതിന് തന്നെ. എങ്ങനെ അറിയാൻ പറ്റും? അതാണ് യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ മരുഭൂമി എന്റെ കൂടെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് തണുപ്പാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് അറിയാമോ? ദൂരെ ഇരിക്കുക. ആ ദൂരെ ഇരിക്കുന്ന ഹൃദയത്തെ എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാ ഇവിടെ 5:13 പറയുന്നത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ആർക്ക്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന്. അഥവാ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആവേ. അപ്പൊ അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒത്തിരി വാക്യങ്ങൾ ഞാൻ തന്നു അതിനോട് ബന്ധത്തിൽ. സ്തോത്രം. അടുത്ത് ഈ ലേഖനത്തിന്റെ സവിശേഷതകൾ ചുരുക്കി തരാം. അത് 1, 2, 3, 4 കൊണ്ട് 4 വിട്ടിട്ട് 5-ാമത്തെ വാക്യം തരാം. അതൊന്ന് എഴുതിയാൽ ഒരു എഴുതാം. ബാക്കി നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് തരാം. ഈ ലേഖനത്തിന്റെ സവിശേഷതകൾ: 1, വെളിച്ചം. ഇതിന്റെ പ്രത്യേകതയാണ്. 1, വെളിച്ചം. 2, സത്യം. 3, വിശ്വസിക്കുക. 4, വസിക്കുക. 5, അറിയുക. 6, സ്നേഹം. 7, നീതി. 8, സാക്ഷ്യം. 9, ദൈവത്തിൽ നിന്ന് ജനിച്ചു. 10, നിത്യജീവൻ. 10, ഇത്രയും മാത്രം നിങ്ങൾ ഷോർട്ട് കട്ടായിട്ട് എഴുതിയിട്ട് വാക്യങ്ങൾ തരാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 17 വരെ. 17-ഉം 26-ഉം. 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. 16-ാം അധ്യായത്തിന്റെ
7, 8. ഇത്രയും വാക്യമാണ് അതിനകത്ത്. ചുരുക്കി ആ ഒരു വാക്യം ഒന്ന് വായിക്കാം. സുവിശേഷങ്ങളിൽ നിന്ന് 14-ാമത്തെ അധ്യായത്തിന്റെ 16, 17 വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നമ്മൾ 14-ന്റെ 17 വരെ വായിച്ചു. 14-ന്റെ 16 മുതൽ 17 വരെ വായിച്ചു. 26 വായിച്ചേ. 26 അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നോയിക്കേ, ഈ 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ അവിടെ ആ പേപ്പറിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈൻ ഇട്ട് വയ്ക്കുക. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ, അല്ലെ, അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്താ കർത്താവ് പറഞ്ഞു? നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ആദ്യ പ്രാരംഭം മുതൽ എന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ശ്രദ്ധിക്കൂ, ഈ 26-ാമത്തെ വാക്യവും 15-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15-26 അവിടെ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോ ഒരു ദൈവപൈതന്റെ ജീവിതം തെളിയിക്കപ്പെടുന്ന ഇങ്ങനെയാ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുമെന്ന്. തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ലഘുലേഖകളും ബൈബിളുകളുമായി ഓരോ സ്റ്റേറ്റുകളിലും കയറി ഇറങ്ങുമ്പോഴും അതിന്റെ പേര് മതപരിവർത്തനമല്ലെന്ന്. അതിന്റെ പേരാണ് അനേകരെയും മാർഗത്തിലേക്ക് ചേർക്കാൻ, ഈ നിത്യതയ്ക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ. ആമേൻ. അത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഈ വാക്യമൊക്കെ നിങ്ങൾ എഴുതി വച്ചിരിക്കണം. മാത്രമല്ല നിങ്ങൾ ആമേൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആമേൻ. 16-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അത് ഈ അധ്യായത്തിൽ കയറി വന്നത് കൊണ്ടാണ് അങ്ങനെ. 16-ാം അധ്യായത്തിന്റെ സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കണ്ടോ അവിടെ പറയുന്നത്? എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയും. അടുത്ത് എന്നിട്ട് പറയാ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം. നമ്മൾ പറയാറുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ എന്ത് ബലം, അല്ലെ? ഇപ്പൊ നമ്മൾ ആരാ? ഓരോ ഗോതമ്പ് മണികളാണ്. നമ്മൾ ചത്തവരാ, അല്ലെ? ചത്തില്ലേ? ചാവാത്ത ആരെങ്കിലും ഉണ്ടോ? ചാകാത്തവര് എല്ലാവരും ചത്തവരല്ലേ? ശരിയല്ലേ? എല്ലാവരും ചത്തവരാ. അതിനകത്തുനിന്നാണ് ഒരു ഹതിര് പുറത്തു വന്നത്. അപ്പൊ ചാകാത്തവർക്ക് പറയാൻ കഴിയും, നേരത്തെ വായിച്ചതുപോലെ, ജീവനില്ല, നമ്മുടെ അകത്ത് ജീവനില്ല. ജീവനുണ്ടെങ്കിൽ ദൈവത്തിന് സാക്ഷ്യം പറയും. എല്ലാ ആഴ്ചയിലും ഒരു കൃത്യം സാക്ഷ്യം പറഞ്ഞിരിക്കും. പലരും സാക്ഷ്യത്തിന് സമയം എടുക്കുമ്പോ പറയും, ഓ ഇന്നിനിപ്പോ വയ്യെന്ന്.
എന്നാ ഒരു അയൽക്കൂട്ടത്തിന് അയച്ചത് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോ അതൊക്കെ കുടക്കര അയച്ചത് അങ്ങോട്ട് പുസ്തകമൊക്കെ നൂത്തി വെച്ച് അങ്ങോട്ട് പറയണ പറച്ചില്ല. ഞാൻ ഇപ്പൊ പറയാം, എനിക്കിനി അവളെ പറ്റി എന്താ പറയാം. അത് ജീവന്റെ സാക്ഷ്യം അല്ല, അത് നമ്മുടെ ജോലി സംബന്ധമായ സാക്ഷ്യമാണ്. പക്ഷെ പുസ്തകം പറയുന്നു ഇതിനകത്ത് വിശ്വസിക്കുന്നവനെ അടങ്ങിയിരിക്കാൻ കഴിയില്ലെന്ന്. അവന് ഉറങ്ങാൻ കഴിയില്ല, രാവും പകലും അവന്റെ യാത്ര അങ്ങനെ ആയിരിക്കും. ദൈവകുഞ്ഞ, ഇത് ചെറിയ കാര്യമല്ല, ഇത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. നമ്മൾ പർച്ചേസിന് പോകുമ്പോ, മാർക്കറ്റിൽ പോകുമ്പോ, നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോ അവിടെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ദൈവത്തിന്റെ സാക്ഷ്യമാണ് നമുക്ക് പറയാനുള്ളത്. വേറെ എന്താ പറയാനുള്ളത്? ഞായറാഴ്ച വിശുദ്ധ സഭായോഗത്തിന് ഒരു 2 മിനിറ്റ് സാക്ഷി പറയാൻ നമുക്ക് കഴിയുന്നതോ? ഒട്ടു വരയ്ക്കാറില്ലേ? എന്തുകൊണ്ടാ? അകത്ത് ജീവനില്ല, പേടി, ഭയം. ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ? ഞാൻ പാടിയാൽ ശരിയാകുമോ? ഞാൻ 2 വാക്ക് പറഞ്ഞാൽ ശരിയാകുമോ? ഭയം. അതിനെ പുറത്താക്കും. നമ്മൾ പ്രാപിച്ചത് ഏതിന്റെ ആത്മാവിനല്ല? വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ അപ്പ പിതാവേ എന്നുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാ ഞാനും നിങ്ങളും പ്രാപിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ ഏത് അവൻ വേദിയിലും എഴുതി നിൽക്കാൻ ഞാനുണ്ടെന്ന് പറയാം ദൈവത്തിന് വേണ്ടി. അവന്റെ പേരാണ് ലേവ്യൻ. 12 ഗോത്രത്തിൽ നിന്ന് ലേവ്യന് 10 10 10 10 എന്ന് 11 ഗോത്രം 110. ലേവ്യന്റെ കയ്യിൽ ഇരിക്കുന്ന 120 ഇരിക്കുമ്പോൾ, ആമേൻ, മറ്റ് 11 ഗോത്രത്തിലുള്ളവന്റെ കയ്യിൽ 90 ഇരിക്കുമ്പോൾ, ലേവ്യന്റെ കയ്യിൽ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചവന്റെ, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവന്റെ ഞാനുണ്ട് സാക്ഷ്യം പറയാ. നിനക്ക് വേണ്ടി പടവെട്ടാൻ ഞാനുണ്ട്, എന്റെ കുടുംബമുണ്ട്, എന്റെ തലമുറയുണ്ട്. ദേശത്തിലും രാജ്യത്തിലും ഏത് മേഖലയിലും നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ 11 ഗോത്രത്തിലും 90 രൂപ കയ്യിരിക്കുമ്പോൾ, ലേവ്യന്റെ ഗോത്രത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട, നിത്യജീവന്റെ അവകാശിയായി അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞവന്റെ കയ്യിൽ അവൻ 120 ഇരിക്കും. മറന്നുപോകൽ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ കയ്യിൽ 120 ഇരിക്കുമ്പോൾ മറ്റ് 11 ഗോത്രത്തിന്റെ കയ്യിലും 90 രൂപ ഇരിക്കും. കാരണം എന്തറിയാമോ? ജീവന്റെ വചനം അകത്ത് ഞാൻ പ്രമാണിച്ചു എന്ന് ഉറപ്പുള്ളവനാ ചാടിയടിക്കുന്ന സാക്ഷ്യം പറയാം. അങ്ങനെ വരണം നിങ്ങളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനത്തിൽ 2 അധ്യായങ്ങൾ എന്നിട്ട് എഴുതിയതുകൊണ്ടാണ് അത് വായിച്ചത്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ആമേൻ 40 ഇതിന്റെ ഈ 1 യോഹന്നാൻ ലേഖനത്തിന്റെ വിഷയ വിഭജനം, ഹെഡിങ് 1 യോഹന്നാൻ ലേഖനത്തിന്റെ വിഷയ വിഭജനം. വിഷയ വിഭജനം. ആമുഖം 1:1 മുതൽ 4 വരെ. ആമുഖം 1:1 മുതൽ 4 വരെ. 1. ദൈവത്തോടുള്ള കൂട്ടായ്മ. ദൈവത്തോടുള്ള കൂട്ടായ്മ. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. രണ്ടാം അധ്യായം 22-ാമത്തെ വാക്യം. 2. ദൈവത്തിന്റെ ഒന്നാം അധ്യായം 5-ാമത്തെ വാക്യം. 2. ഇരുട്ടിൽ കൂട്ടായ്മ ഇല്ല. ഇരുട്ടിൽ കൂട്ടായ്മ ഇല്ല. 1:6. 3. വെളിച്ചത്തിലെ കൂട്ടായ്മ. വെളിച്ചത്തിലെ കൂട്ടായ്മ. 1:7. 4.
പാപത്തിന്റെ ശുദ്ധീകരണത്തിനായുള്ള കൂട്ടായ്മ. ഒന്നിന്റെ 8, 2ന്റെ 2. അടുത്ത് ബി, ദൈവത്തോടുള്ള കൂട്ടായ്മ. ദൈവത്തോടുള്ള കൂട്ടായ്മ 2ന്റെ 3 മുതൽ 28 വരെ. അടുത്ത് 1, അനുസരണം. അനുസരണം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ. രണ്ട്, ക്രിസ്തുവിന്റെ സ്വരൂപം. 2ന്റെ 6. 3, സ്നേഹം. സ്നേഹം 2-ാം അധ്യായം 7 മുതൽ 11 വരെ. 4, ലോകത്തിൽ നിന്നുള്ള വേർപാട്. ലോകത്തിൽ നിന്നുള്ള വേർപാട് 2ന്റെ 12 മുതൽ 17 വരെ. 5, സത്യത്തോടുള്ള കൂറ്. സത്യത്തോടുള്ള കൂറ് 2ന്റെ 18 മുതൽ 28 വരെ. എ, ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ 2ന്റെ 29, 3ന്റെ 24. ബി, ദൈവമക്കളുടെ സ്വഭാവ വിശേഷതകൾ. സ്വഭാവ വിശേഷതകൾ 2-ാം അധ്യായത്തിന്റെ 29, 3ന്റെ 18. സി, ദൈവമക്കളോട്. ദൈവ മക്കളോട് 1ന്റെ 19 മുതൽ 24 വരെ. ഡി, സത്യത്തിന്റെ ആത്മാവ്. ഡി, സത്യത്തിന്റെ ആത്മാവ് 4ന്റെ 1 മുതൽ 6 വരെ. 1, വഞ്ചനയുടെ ആത്മാവ്. വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയുന്നത്. വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയുന്നത് 4ന്റെ 1, 3, 5. 2, സത്യത്തിന്റെ ആത്മാവിനെ അറിയുന്നത്. സത്യത്തിന്റെ ആത്മാവിനെ അറിയുന്നത് 4ന്റെ 2,
4 2 4 6 3 ദൈവസ്നേഹം 4 അധ്യായം 4 അതിന്റെ 7 5ന്റെ 3 എ എ സ്നേഹത്തിന്റെ സ്വർഗീയ ഉറവിടം. സ്നേഹത്തിന്റെ സ്വർഗീയ ഉറവിടം 4ന്റെ 7 മുതൽ 10 വരെ. ബി ദൈവ സ്നേഹത്തോടുള്ള ഉചിതമായ പ്രതികരണം. ദൈവ സ്നേഹത്തോടുള്ള ഉചിതമായ പ്രതികരണം 4-ാം അധ്യായം 11 മുതൽ 13 വരെ. അടുത്ത് 19-ാം വാക്യം 21-ാം വാക്യം. സി ദൈവ സ്നേഹത്തിൽ വസിക്കുക. ദൈവ സ്നേഹത്തിൽ വസിക്കുക 4ന്റെ 14 മുതൽ 16 വരെ. ഡി സ്നേഹത്തിന്റെ പരിപൂർണത. സ്നേഹത്തിന്റെ പരിപൂർണത 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ. സ്നേഹത്തിന്റെ പരിപൂർണത. ഈ സ്നേഹത്തിന്റെ അനുസരണം. ഈ സ്നേഹത്തിന്റെ അനുസരണം 5-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. അടുത്ത 1 ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ്. ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് 5-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ. എ ലോകത്തെ ജയിച്ചവനെ പറ്റി. ലോകത്തെ ജയിച്ചവനെ പറ്റി 5ന്റെ 4-5 വാക്യം. ബി സുവിശേഷത്തിന്റെ വിശ്വസ്തതയെ പറ്റി. സുവിശേഷത്തിന്റെ വിശ്വസ്തതയെ പറ്റി 5-ാം അധ്യായം 6 മുതൽ 10 വരെ. സി തന്റെ പുത്രനിലെ നിത്യജീവനെ പറ്റി. തന്റെ പുത്രനിലെ നിത്യജീവനെ പറ്റി 5ന്റെ 11 മുതൽ 13 വരെ. ഡി പ്രാർത്ഥനയോടുള്ള മറുപടിയെ പറ്റി 5ന്റെ 14 മുതൽ 17 വരെ. ഈ സുരക്ഷിതമായ 3 കാര്യങ്ങളെ പറ്റി. സുരക്ഷിതമായ 3 കാര്യങ്ങളെ പറ്റി 5-ാം അധ്യായം 18
20 വരെ. അഞ്ചാം അധ്യായം 18 വാക്യം മുതൽ 20 വാക്യം വരെ. ഉപസംഹാരം. 5:21. അപ്പൊ നമ്മളുടെ ഈ 1 യോഹന്നാൻ എഴുതിയ ലേഖനം